ഇന്ന് അന്താരാഷ്ട്ര പുരുഷ ദിനം. അപ്പൊ ഞാനിങ്ങനെ ഒന്ന് രണ്ട് പേരെ വിഷ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ദിവസമുണ്ടോ, ദിവസമൊക്കെ സ്ത്രീകൾക്ക് മാത്രമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആണ് ഏറ്റവും കൂടുതലായിട്ട് അങ്ങനെ ആഘോഷിക്കപ്പെടുന്നത്, പക്ഷേ പുരുഷ ദിനം ഉണ്ട് അല്ലേ പ്രജന? ഇതിന്റെ കൂടെ ഈ ലോകാരോഗ്യ സംഘടന ഒരു പഠനം കൂടെ നടത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കുഞ്ഞിലെ തൊട്ട് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരോട് പറയും, നീ ഒരു ആങ്കൊച്ചല്ലേ, നീ കരയാൻ പാടുണ്ടോ എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന പറയുന്നത് പുരുഷന്മാർ അവരുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ഇവര് വളരെ സ്ട്രോങ് ആണ്, ഇവർ കരയാൻ പാടില്ല, ഇവർക്ക് ഡിപ്രസ്ഡ് ആവാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ഇവർ ഉള്ളിൽ ഒതുക്കുന്നു. ചിലരെങ്കിലും ലഹരിയിലേക്ക് പോകുന്നു, അവർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ. അപ്പൊ ഇത് പാടില്ല, പുരുഷന്മാരും അവരുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കണമെന്നാണ് ഈ വർഷം അവർ പറയുന്നത്. അപ്പോൾ ലോകം പുരുഷ കേന്ദ്രീകൃതം എന്നൊക്കെ പറഞ്ഞ് അതിനെ സാമാന്യവൽക്കരിക്കപ്പെടുമ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിന് ബോധവൽക്കരണം നടത്തുക എന്നൊക്കെയാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം, അതിൽ തുടങ്ങാം നമുക്ക്. ഉത്തമ പുരുഷൻ ആരെന്ന് സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ള ചില വ്യവസ്ഥാപിതമായ വാർപ്പ് മാതൃകകളുണ്ട്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ്, രക്ഷകൻ, മത്സരബുദ്ധിയുള്ള സാഹസികരായവർ, അങ്ങനെ ആ പട്ടിക നീളും. ആ യാത്രയിൽ സ്വന്തം സുഖത്തെയും സന്തോഷത്തെയും കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഭൂരിഭാഗം പുരുഷന്മാർക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞുചേർന്നിട്ടുള്ള വിശ്വാസങ്ങൾ മാനസിക സംഘർഷങ്ങൾ തുറന്നു പറയുന്ന പുരുഷനെ ദുർബലനായി ചിത്രീകരിക്കുന്നവയാണ്. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ വിദഗ്ധ സഹായം തേടുന്നതിൽ ഭൂരിഭാഗം പുരുഷന്മാരെയും വിലക്കുന്നു. ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ 73% പുരുഷന്മാരെന്നാണ് കണക്കുകൾ പറയുന്നത്. ദിവസവേതനക്കാരായ പുരുഷന്മാരിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതൽ. സാമ്പത്തിക പരാധീനതകളാണ് മിക്കവരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതെന്ന് വ്യക്തം. മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാതെ അനിയന്ത്രിതമായ ദേഷ്യം കൊണ്ടോ ലഹരി ഉപയോഗത്തിലൂടെയോ കൈകാര്യം ചെയ്യാനാണ് പുരുഷന്മാർ ശ്രമിക്കുന്നത്. സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള സമ്മർദ്ദം പുരുഷന്മാർക്കുമേലുണ്ടാക്കുന്ന ആഘാതങ്ങൾ ചില്ലറയല്ല. ആരോടും ഒന്നും തുറന്നു പറയാതെ അകമേ വിങ്ങുന്ന പുരുഷന്മാർ നമുക്ക് ചുറ്റുമുണ്ടാകും. തന്റെ പ്രശ്നങ്ങൾ അടക്കിപ്പിടിച്ച് ജീവിക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയ പുരുഷന്മാരെ നമുക്കറിയാമായിരിക്കും. മാനസിക പ്രശ്നങ്ങളിൽ വിദഗ്ധോപദേശം തേടുന്ന പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെ അപേക്ഷിച്ച് തീരെ കുറവാണ്. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതും ആവശ്യത്തിന് പരിഗണന അർഹിക്കുന്നതുമാണെന്ന് ഉയർത്തിക്കാട്ടലാണ് ആഗോള പുരുഷ ദിനത്തിന്റെ ലക്ഷ്യം. പുരുഷന്മാരുടെ ആരോഗ്യത്തിന് പ്രാമുഖ്യം നൽകുന്നതാണ് ഇത്തവണത്തെ ദിനാചരണത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. റിസർച്ച് ഡെസ്ക് 24.